അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട ചൊല്ല് തിരിച്ചറിയുക. ഓപ്ഷൻ എ, എലിയെ പേടിച്ച് ഇല്ലം ചുടുക. ഓപ്ഷൻ ബി, കണ്ടം വിറ്റ് കാളയെ വാങ്ങുമോ. ഓപ്ഷൻ സി, കാക്കയ്ക്കും തൻ കുഞ്ഞു പൊൻകുഞ്ഞ്. ഓപ്ഷൻ ഡി, കൊല്ലുന്ന രാജാവിന് തിന്നുന്ന പ്രജ. ഇതിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഉത്തരം കണ്ടെത്താൻ പറ്റും. കൃഷിയുമായിട്ട് ബന്ധപ്പെടുന്നത്, കണ്ടം വിറ്റ് കാളയെ വാങ്ങുമോ എന്നുള്ളതാണ് കൃഷിയുമായിട്ട് ബന്ധപ്പെടുന്നത്. ബാക്കിയുള്ളതൊന്നും കൃഷിയായിട്ട് ബന്ധപ്പെടുന്നില്ല എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടം വിറ്റ് കാളയെ വാങ്ങുമോ എന്നുള്ളതാണ് കൃഷിയുമായിട്ട് ബന്ധപ്പെടുന്ന ചൊല്ല്. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയം അല്ലെങ്കിൽ മാറ്റുമതു നിങ്ങളെ താൻ. കുമാരനാശാന്റെ ഏത് കൃതിയിലേതാണ് ഈ വരികൾ എന്നുള്ളതാണ്. കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കൃതിയിലെ പ്രധാനപ്പെട്ട വരികളാണിത്. പുലയനായ ഒരു യുവാവിനോടൊപ്പം സമൂഹത്തിലെ ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടി ഇറങ്ങി പോവുകയും അവരുടെ ജീവിത ദുരന്തമൊക്കെ പറയുന്ന കവിതയാണ് ദുരവസ്ഥ. അടുത്ത ചോദ്യം, സമാന സ്വഭാവങ്ങളുടെ പേരിൽ കൂട്ടം ചേർന്ന മറ്റുള്ളവരെ ഉന്മൂലനം ചെയ്യാൻ ചിലർ ശ്രമിക്കും. അടിയിൽ വരച്ചിരിക്കുന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താ? സമാന സ്വഭാവങ്ങളുടെ പേരിൽ കൂട്ടം ചേർന്ന് മറ്റുള്ളവരെ ഉന്മൂലനം ചെയ്യാൻ, അടിയിൽ വരച്ചിരിക്കുന്ന പ്രയോഗം ഉന്മൂലനം ചെയ്യാൻ എന്നുള്ളതാണ്. ഈ വരച്ചിരിക്കുന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, പൂർണ്ണമായി നശിപ്പിക്കുക. ഓപ്ഷൻ ബി, കഴിവ് കെട്ടതാക്കുക. ഓപ്ഷൻ സി, സന്തോഷിപ്പിക്കുക. ഓപ്ഷൻ ഡി, സങ്കടപ്പെടുത്തുക. ഉന്മൂലനം ചെയ്യുക എന്ന വാക്കിന്റെ അർത്ഥം പൂർണ്ണമായി നശിപ്പിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. പുറത്ത് വയ്ക്കുക. ഉന്മൂലനം ചെയ്യുക എന്ന വാക്കിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് നശിപ്പിക്കുക. താഴെ പറയുന്നവയിൽ തകഴിയുടെ നാടകമേത്? ഓപ്ഷൻ എ, തരകന്റെ മറിയാമ്മ. ഓപ്ഷൻ ബി, പാട്ടബാക്കി. ഓപ്ഷൻ സി, തോറ്റില്ല. ഇതിൽ തകഴി എഴുതിയിട്ടുള്ള നാടകം തോറ്റില്ല എന്നുള്ളതാണ്. പാട്ടബാക്കി കെ ദാമോദരന്റെ നാടകമാണെന്ന് നമ്മൾ പറഞ്ഞു. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവലാണ് പാട്ടബാക്കി. ഓടുന്ന നായ്ക്ക് ഒരു മുഴം നീട്ടിയെറിയുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ, നായയുടെ മുന്നിൽ എറിയുക. ഓപ്ഷൻ ബി, മുൻകൂട്ടി കാണുക. ഓപ്ഷൻ സി, വടി കൊടുത്ത് അടി വാങ്ങുക. ഓപ്ഷൻ ഡി, നായയുടെ മുൻപേ ഓടുക. ഓടുന്ന നായ്ക്ക് ഒരു മുഴം എറിയുക. മുന്നേ ഒരു കാര്യം മുൻകൂട്ടി ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുക? ഓടുന്ന നായ്ക്ക് ഒരു മുഴം മുൻപേ എറിയുക എന്ന് പറയുക. അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരിക്കും? മുൻകൂട്ടി കാണുക. മുൻകൂട്ടി കാണുക എന്നതാണ് ഓടുന്ന നായ്ക്ക് ഒരു മുഴം എറിയുക എന്ന ശൈലിയുടെ അർത്ഥം. NV കൃഷ്ണവാര്യരുടെ പ്രശസ്തമായ രചനയാണ് ഗാന്ധിയും ഗോഡ്സെയും. ഏത് വിഭാഗത്തിലാണ് ഈ കൃതി ഉൾപ്പെടുന്നത്? ഓപ്ഷൻ എ, ലേഖനം. ഓപ്ഷൻ ബി, കഥ. ഓപ്ഷൻ സി, നാടകം. ഓപ്ഷൻ ഡി, കവിത. NV കൃഷ്ണവാര്യരുടെ പ്രശസ്തമായ രചനയാണ് ഗാന്ധിയും ഗോഡ്സെയും. ഗാന്ധിയും ഗോഡ്സെയും എന്ന കൃതി കവിതാ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ സമ്പൂർണ്ണ കൃതികളുടെ പേരെന്ത്? ഓപ്ഷൻ എ, വൈഷ്ണവം. ഓപ്ഷൻ ബി, യാതായാതം. ഓപ്ഷൻ സി, ചാരുലത. ഓപ്ഷൻ ഡി, ശ്രീവല്ലി. വിഷ്ണു നാരായണൻ നമ്പൂതിരി രചിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികളുടെ പേര് വൈഷ്ണവം എന്നാണ്. വിഷ്ണു നാരായണൻ നമ്പൂതിരി രചിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികളുടെ പേര് വൈഷ്ണവം എന്നാണ്. ഓർത്തു വയ്ക്കുക. വേറിട്ട് നിൽക്കുന്ന വാക്യം ഏത്? പൈങ്കിളി പാടുന്നത് എന്താണ്? ഓപ്ഷൻ ബി, ഞാൻ സദസ്സിലേക്ക് നോക്കി. സി, കൊച്ചമ്മയുടെ ഗർജനം എന്തായിരുന്നു? ഓപ്ഷൻ ഡി, നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ ഉണ്ട്? ഈ വാചകങ്ങളിൽ നിന്ന് ഒരു വാക്യം വേറിട്ട് നിൽക്കുന്നുണ്ട്. അത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പെട്ടെന്ന് തന്നെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. എല്ലാ വാചകങ്ങൾക്കും ഇതിൽ 3 വാചകങ്ങളുടെ അവസാനം ചോദ്യ ചിഹ്നങ്ങളുണ്ട്. അതായത് 3 വാക്യങ്ങൾ ചോദ്യവാക്കുകളാണ്. ബി എന്ന് പറയുന്ന വാക്യം മാത്രം എന്തല്ല? ചോദ്യവാക്യമല്ല. അപ്പൊ ഏതാണ് ഉത്തരം? ഞാൻ സദസ്സിലേക്ക് നോക്കി എന്നുള്ള ബി ആണ് ഉത്തരം. വേറിട്ട് നിൽക്കുന്ന വാക്യം രണ്ടാമത്തെ ബി ആണ്. അടുത്ത ചോദ്യം, നന്ദന എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? ഓപ്ഷൻ എ, അയ്യപ്പൻ. ഓപ്ഷൻ ബി, തിക്കൊടിയൻ. ഓപ്ഷൻ സി, PC കുട്ടിക്കൃഷ്ണൻ. ഓപ്ഷൻ ഡി, PC ഗോപാലൻ. നന്ദന എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PC ഗോപാലനാണ്. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്
PC ഗോപാലനാണ്. PC കുട്ടിക്കൃഷ്ണന് ഒരു തൂലികാനാമമുണ്ട്. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PC കുട്ടിക്കൃഷ്ണനാണ്. കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമമാണ് തിക്കൊടിയൻ എന്നുള്ളത്. അടുത്ത ചോദ്യം, ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് എന്ന എഴുത്തുകാരന് നൊബേൽ സമ്മാനം ലഭിച്ച കൃതിയാണ്. 4 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ കോളറ കാലത്തെ പ്രണയം, ഓപ്ഷൻ ബി പൈശാചിക നേരത്ത്, ഓപ്ഷൻ സി ഏകാന്തതയുടെ 100 വർഷങ്ങൾ, ഓപ്ഷൻ ഡി കുലപതിയുടെ ശരത്കാലം. ഓപ്ഷൻ സി ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്നുള്ളതാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് എന്ന എഴുത്തുകാരന് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ള കൃതി. 1982 മാർക്കേസിന് നൊബേൽ പ്രൈസ് ലഭിച്ചത്. 1982 ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിന് ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന കൃതിക്ക് നൊബേൽ പ്രൈസ് ലഭിക്കുന്നത്. സ്പാനിഷ് ഭാഷയിൽ എഴുതിയിട്ടുള്ള കൃതിയാണ് ഏകാന്തതയുടെ 100 വർഷങ്ങൾ. അതുപോലെ തന്നെ മാജിക്കൽ റിയലിസം എന്നൊരു സങ്കേതം കൊണ്ടുവന്നിട്ടുള്ള എഴുത്തുകാരനാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ്. അടുത്ത ചോദ്യം, തെറ്റായി എഴുതിയ ജോഡിയെ കണ്ടെത്തുക. ഓപ്ഷൻ എ മനുഷ്യന് ഒരാമുഖം നോവൽ, ഓപ്ഷൻ ബി ഓർമ്മയുടെ തീരങ്ങളിൽ ആത്മകഥ, ഓപ്ഷൻ സി പാണ്ഡവപുരം കവിത. 3 കൃതികളും അത് ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതുമാണ് ഓപ്ഷനുകളിൽ തന്നിട്ടുള്ളത്. മനുഷ്യന് ഒരാമുഖം നോവൽ ശരിയാണ്. മനുഷ്യന് ഒരാമുഖം എന്ന കൃതി നോവലാണ്, സുഭാഷ് ചന്ദ്രന്റെ നോവലാണ്. ഓർമ്മയുടെ തീരങ്ങളിൽ എന്നുള്ളത് ആത്മകഥയാണ്, തകഴി ശിവശങ്കര പിള്ളയുടെ ആത്മകഥയാണ്. പാണ്ഡവപുരം കവിത. പാണ്ഡവപുരം എന്ന് പറയുന്നത് കവിതയല്ല, നോവലാണ്. വയലാർ രാമവർമ്മ. ഓപ്ഷൻ ഡി ONV കുറുപ്പ്. ചോര തുടിക്കും ചെറുകൈകളെ പേറുക വന്നി പന്തങ്ങൾ. ഓപ്ഷൻ ബി വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കവിതയിലെ വരികളാണ് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. പന്തങ്ങൾ എന്ന കവിതയിലെ വരികളാണ് ഇത്. അടുത്ത ചോദ്യം, വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന കുമാരനാശാനെ വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ എ സി രാധാകൃഷ്ണൻ, ഓപ്ഷൻ ബി അഴീക്കോട്, ഓപ്ഷൻ സി ജോസഫ് മുണ്ടശ്ശേരി, ഓപ്ഷൻ ഡി M മുകുന്ദൻ. വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം. അപ്പം ഇതിൽ നിന്ന് ഒരു ചോദ്യം കൂടി കിട്ടി. വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്നറിയപ്പെടുന്നത് ആരാണ്? കുമാരനാശാനാണ്. പിന്നെ അങ്ങനെ വിശേഷിപ്പിച്ചത്, കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജോസഫ് മുണ്ടശ്ശേരി എന്നുള്ളതാണ് ഉത്തരം. വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് കുമാരനാശാനെ വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ജോസഫ് മുണ്ടശ്ശേരി. അടുത്ത ചോദ്യം, ഗൊര എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച സാഹിത്യകാരൻ ആര്? ഓപ്ഷൻ എ ടാഗോർ, ഓപ്ഷൻ ബി ഉള്ളൂർ, ഓപ്ഷൻ സി മാധവിക്കുട്ടി, ഓപ്ഷൻ ഡി ഗുപ്തൻ നായർ. ഗൊര എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച സാഹിത്യകാരൻ ആര്? ഓപ്ഷൻ എ ടാഗോർ എന്നുള്ളതാണ് ഉത്തരം. ടാഗോറിന്റെ ഗൊര എന്ന് തന്നെ പേരുള്ള നോവലിലെ കഥാപാത്രമാണ് ഗൊര എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയെ പശ്ചാത്തലമാക്കിക്കൊണ്ട് രചിച്ചിട്ടുള്ള ഒരു നോവലാണ് ഗൊര എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക, ഗൊര എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച സാഹിത്യകാരൻ രവീന്ദ്രനാഥ ടാഗോർ ആണ്. അടുത്ത ചോദ്യം, മലയാള ഭാഷയ്ക്ക് ഏറെ സംഭാവനകൾ നൽകിയ ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നിവർ ഏതു പേരിൽ അറിയപ്പെടുന്നു? വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. മലയാള ഭാഷയ്ക്ക് ഏറെ സംഭാവനകൾ നൽകിയ ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നിവർ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ നവരത്നങ്ങൾ, ഓപ്ഷൻ ബി കവിത്രയം, ഓപ്ഷൻ സി കവി കേസരികൾ, ഓപ്ഷൻ ഡി കവി പുഷ്പമാല. കവിത്രയം എന്നാണ് ആരറിയപ്പെടുന്നത്? ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ എന്നിവരെ അറിയപ്പെടുന്നത് കവിത്രയം എന്നാണ്. ഏത് കവിത്രയമാണ്? പ്രാചീന കവിത്രയമാണ്.
പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടുന്ന മലയാള എഴുത്തുകാരാണ് ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ എന്നിവർ. അപ്പം ആധുനിക കവിത്രയത്തിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നതാണ് ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നത് കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ എന്നിവർ ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നു. നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൽ ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ, എഴുത്തച്ഛൻ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നിവർ ഉൾപ്പെടുന്നത് പ്രാചീന കവിത്രയത്തിലാണ്. ഇവിടെ കവിത്രയം എന്ന് മാത്രമേ ചോദ്യത്തിൽ ഉത്തരത്തിലുള്ളൂ, പക്ഷേ നമ്മൾ ഓർക്കുക അത് പ്രാചീന കവിത്രയാണ്.